ജെനുവിൻ ആയിട്ടുള്ള ഒരു റിവ്യൂ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എൻ്റെ ഫസ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അതിൻ്റെ മണം എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇതിൻ്റെ കൺസിസ്റ്റൻസി നോക്കൂ. ഡെഫിനറ്റ്ലി യു ഗോണ ലവ് ദിസ്. വിൻ്ററിൽ ഡ്രൈ സ്കിന്നുകാർക്ക് ഇതൊരു ലൈഫ് ലൈൻ ആയിരിക്കും. അവരൊക്കെ 1 hour, ഓൺലി 1 hour കഴിഞ്ഞു. ഇങ്ങനെ കാണിച്ചാൽ അവിടെ ക്രീമി കൺസിസ്റ്റൻസിയാണ് ഇതിന്. അയ്യോ എൻ്റെ ഡ്രസ്സിലൊക്കെ ഐ ആം പൊസസീവ്. വിറ്റാൽ ഇങ്ങനെ ഇതിന് വേണ്ടി ചാവും. നന്നായി ലാസ്റ്റ് ചെയ്യും. ഒരു ഡേ ഒക്കെ സുഖമായി ലാസ്റ്റ് ചെയ്യും. SPF ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് പക്ഷെ അങ്ങനെ തോന്നിക്കില്ല SPF ഉണ്ട് എന്നുള്ളത്. നമ്മളെ മണ്ണൊക്കെ ഇല്ലേ, മണ്ണിൻ്റെ ഒക്കെ ടെക്സ്ചർ അത് പൊടിയതാ. ഞാൻ ഓൾമോസ്റ്റ് ഇതിനെ കൊന്നു തന്നെ പറയാം. കണ്ടോ, എനിക്ക് ബോട്ടിൽസ് കണ്ടാൽ അറിയാം ഞാൻ ഏത് ബ്രാൻഡായിരിക്കും ഉപയോഗിക്കുന്നത്. പറഞ്ഞത് എൻ്റെ പേഴ്സണൽ ഒരു റിവ്യൂ. ഇത് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണെന്ന് പറയാം. 10ൽ ചിലപ്പോൾ ഇതിന് ഞാനൊരു 100 ഒക്കെ കൊടുക്കും. ബട്ട് ഇതെനിക്കധികം ലാസ്റ്റ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടില്ല. ഹൈലൈറ്റർ ഒക്കെ മിക്സ് ആവില്ലേ, അതുപോലത്തെ ഒരു സാധനമാണ് ഇത്. ഫോക്കസ് ആവുന്നുണ്ടോ ദൈവത്തിലൊരു. അപ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്തായാലും. അപ്പോൾ ലൈക്ക് ഒരു സാധനം ഇതിനകത്ത് വരുന്നുണ്ട്. ഇന്നർ റിഫ്രഷ്മെൻറ്റ് തോന്നുന്ന ഒരു കൈൻഡ് ഓഫ് ബോഡി വാഷാണ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് ഒരു ലോങ് വീഡിയോ ആണ്. അപ്പോൾ അത് തന്നെ കുറച്ച് സ്പെഷ്യൽ ആയിരിക്കുമല്ലോ എനിക്ക്. അപ്പോൾ നമുക്ക് ഞാൻ ഉപയോഗിക്കുന്ന ബോഡി വാഷ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോഡി വാഷ് ഈ ലക്സിൻ്റെ വൈറ്റമിൻ C വരുന്ന ഒരു ബോഡി വാഷാണ്. ഇത് ഓൾമോസ്റ്റ് എത്ര തീർന്ന് അത്ര മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ബാക്കി ഇപ്പം കഴിഞ്ഞ എൻ്റെ ഒരു നൈക്ക ഹോൾ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കണ്ടവരാണെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും ഈ ബോഡി വാഷിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഈ ബോഡി വാഷ് നല്ലൊരു സ്മെല്ലാണ്. കുളിച്ചിട്ട് നമ്മൾ കുളിക്കുമ്പം തന്നെ നമുക്ക് ഈ ഒരു സ്മെല്ല് നമുക്ക് ഭയങ്കരമായിട്ടൊരു റിഫ്രഷ് ആയി തോന്നും. അതുപോലെ തന്നെ ആഫ്റ്റർ ബോഡി വാഷ് നമുക്ക് കുറച്ച് സമയത്തേക്ക് ഈ സ്മെല്ല് ലാസ്റ്റ് ചെയ്യും. കുറച്ച് വരുമ്പോൾ ഒരു 1 hourൻ്റെ അടുത്തൊന്നും എത്തില്ല, എന്നാലും ലാസ്റ്റ് ചെയ്യും. നമുക്കൊരു ജസ്റ്റ് ഒരു നോർമൽ ബോഡി വാഷ് എങ്ങനെയാണോ ചെയ്യുന്നത് ആ ഒരു സാധനമാണ് ഈ ബോഡി വാഷ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ബെസ്റ്റ് പാർട്ട് എന്താ വെച്ചാൽ ഇതിലൊരു ഗ്ലിറ്ററി പാർട്ടിക്കിൾസ് ഉണ്ട്, ഒരു ഹൈലൈറ്റർ പോലുള്ള സാധനം. ജസ്റ്റ് ഐ വിൽ ഷോ യു. കണ്ടോ, അതിനകത്തൊരു ഗ്ലിറ്ററി പാർട്ടിക്കിൾസ് ഉണ്ട്. ഫോക്കസ് ആവുന്നു കേട്ടോ ദൈവത്തിലൊരു. അപ്പം ആ ഒരു സാധനം ഒരു ലൈറ്റ് പോലെ ഒരു ഹൈലൈറ്ററൊക്കെ മിക്സ് ആവില്ലേ, അതുപോലത്തെ ഒരു സാധനമാണ് ഇത്. എന്താണ് ഇത്? ഇലുമിനേറ്റിംഗ് ബോഡി വാഷ് തന്നെയാണ് ഇത്. ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇതിന് ഒരു ലാവെൻഡർ സ്മെല്ലാണ്. ലാസ്റ്റ് ചെയ്യില്ല, പക്ഷെ നമുക്കൊരു റിഫ്രഷ്മെൻറ്റ് പോലെ ഒരു സംഭവം. ഇതിന് ഞാൻ 10ൽ ഔട്ട് ഓഫ് 10 ഞാനൊരു 8 ഒക്കെ കൊടുക്കും. ഓക്കെ, അടുത്ത് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന കറൻ്റ്ലി ഇപ്പോൾ യൂസ് ചെയ്യാത്ത ഒരു ബോഡി വാഷാണ് എംകഫേൻ്റെ ബോഡി വാഷ്, നേക്കഡ് റോ ആൻഡ് എക്സ്പ്രസോ കോഫി ബോഡി വാഷ്. ഇത് വെച്ചാൽ ഇത് മൈൽഡ്ലി എക്സ്ഫോലിയേറ്റ് നമ്മളെ ബോഡിയും ചെയ്യുന്നുണ്ട്. എക്സ്ഫോലിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് വേറെ സ്ക്രബിൻ്റെ യൂസ് ഒന്നും വരുന്നില്ല. ഇതിൽ തന്നെ സ്ക്രബ് വരുന്നുണ്ട്. അത് കോഫി കൈൻഡ് ഓഫ് പാർട്ടിക്കിൾസ് ഇതിനകത്ത് വരുന്നുണ്ട്. സോ അത് ഭയങ്കര ഒരു എക്സ്ഫോലിയേറ്റിംഗ് ആണ്. അപ്പോൾ ഡെയിലി യൂസ് ചെയ്യാം, അത്ര സീനൊന്നുമില്ല. പക്ഷേ ആൾട്ടർനേറ്റീവിലാണ് ഞാനിത് യൂസ് ചെയ്യാറ്. ഇത് ഓൾമോസ്റ്റ് കഴിഞ്ഞു, കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊരു നല്ല ബോഡി വാഷ്. ഇതെനിക്ക് ഒരു ഇന്നർ റിഫ്രഷ്മെൻറ്റ് തോന്നുന്ന ഒരു കൈൻഡ് ഓഫ് ബോഡി വാഷാണ്. ഞാൻ ഇതിൻ്റെ പെർഫോമൻസ് വൈസ് ഞാനിതിന് 9 കൊടുക്കും ഔട്ട് ഓഫ് 10. സോ ദാറ്റ് ഇറ്റ്സ് ഇതിൻ്റെ സെക്കൻഡ് ബോട്ടിലാണ്. സോ ഞാൻ എന്തായാലും ഇത് റീപർച്ചേസ് ചെയ്യുമായിരിക്കും. നെക്സ്റ്റ് വരുന്നതാണ് ബോഡി സ്ക്രബ്. ബോഡി സ്ക്രബിൻ്റെത് ഞാൻ യൂസ് ചെയ്യുന്നത് എംകഫേൻ്റെ ബോഡി സ്ക്രബാണ്. എംകഫേൻ്റെ 2 ബോഡി സ്ക്രബ് ഉണ്ട്.
ഒന്ന് നേക്കഡ് ആൻഡ് റോൻ്റെ ബോഡി സ്ക്രബ്, അതുപോലെ തന്നെ ഇത് കോഫി ബോഡി സ്ക്രബാണ്, കോഫി വിത്ത് ബെറീസ് ആണ്. ഇത് ഒരു സോപ്പ് കൈൻഡ് ഓഫ് ടെക്സ്ചറാണ് വരുന്നത്. അത് ഷോയു സോപ്പ് കൈൻഡ് ഓഫ് ടെക്സ്ചറാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൽ എക്സ്ഫോലിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്തൊരു ചെറി ലൈക്ക് ഒരു സാധനം ഇതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, ഇതൊരു സോപ്പ് പോലെയാണ് ആക്ട് ചെയ്യുന്നത്. ഇതിന് ഒരു ബെറിയുടെ സ്മെല്ലാണ്, പ്ലസ് എന്തോ ഒരു ബേസിലൊരു കോഫി കൈൻഡ് ഓഫ് സ്മെല്ലും കൂടി വരുന്നുണ്ട്. എനിക്കൊരു വാനില, ഒരു ബെറി കേക്ക് പോലെയൊക്കെയാണ് ഇത് ഫീൽ ചെയ്യുക. സോ അതാണ് ഈ ഒരു സ്ക്രബ്. നെക്സ്റ്റ് അതിന് മണം എനിക്ക് ഭയങ്കര ഇഷ്ടം. നെക്സ്റ്റ് വന്നിട്ട് എംകഫേൻ്റെ തന്നെ ബോഡി സ്ക്രബാണ്. ഇത് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണെന്ന് പറയാം. ഇതിൻ്റെ റീപർച്ചേസ് ആണ്. ഇത് രണ്ടും എനിക്ക് എന്തായാലും ഒരു വർഷത്തിൽ ഒന്നെങ്കിലും ഞാൻ വാങ്ങലുണ്ട്. അത്രയ്ക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള പ്രൊഡക്റ്റാണ് എംകഫേൻ്റെ ഈ ഒരു റേഞ്ച്. ഇത് ബോഡി സ്ക്രബ്, ഇതിനൊരു ടെക്സ്ചർ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ മണ്ണൊക്കെ ഇല്ലേ, മണ്ണിൻ്റെ ഒക്കെ ടെക്സ്ചർ അത് പൊടിയതാ, കണ്ടോ? ഒരു മണ്ണിൻ്റെ ഒക്കെ ടെക്സ്ചറാണ് ഇതിന് വരുന്നത്. ഇത് ബോഡിയിൽ നമ്മൾ വെറ്റായിട്ടുള്ള ബോഡിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ സ്റ്റിക്ക് ചെയ്തിരിക്കും. അപ്പം നമ്മൾ അതിൽ വെച്ച് സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മളെ ബോഡിയിലുള്ള ഡസ്റ്റ് സെൽസും ഡേർട്ടൊക്കെ റിമൂവ് ആയി പോകും. സോ ഇതെനിക്ക് ഭയങ്കരമായിട്ട് എക്സ്ഫോലിയേറ്റ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ആഫ്റ്റർ ദിസ് യൂസ് ചെയ്തിട്ട് എക്സ്ഫോലിയേറ്റ് ചെയ്തതിന് ശേഷം സ്കിന്ന് സോഫ്റ്റ് ആയ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്തായാലും. അപ്പോൾ വീക്ക്ലി ഒക്കെ നമുക്ക് എക്സ്ഫോലിയേറ്റ് ചെയ്തൊന്ന് കുളിക്കണം എന്നാണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് രണ്ടും. ഇതിന് ഞാൻ ഔട്ട് ഓഫ് 10 8 കൊടുക്കും. ഇതിന് ഞാൻ 9 കൊടുക്കും. ഇത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നി. ഇത് കഴുകി കളയാൻ വേണ്ടി കുറച്ച് പ്രയാസം. എന്താ വെച്ചാൽ ഇതിങ്ങനെ പതഞ്ഞുകൊണ്ടിരിക്കും, സോപ്പ് പോലത്തെ ഒരു ടെക്സ്ചർ ഇതിന് വരുന്നത്. ഏറ്റവും ആവശ്യമുള്ള വേറൊരു സാധനമാണ് റോളോൺസ്, അണ്ടർആം റോളോൺസ്. അപ്പോൾ എനിക്ക് ബോട്ടിൽസ് കണ്ടാൽ അറിയാം ഞാൻ ഏത് ബ്രാൻഡായിരിക്കും ഉപയോഗിക്കുന്നതെന്നാണ്. ഓൾമോസ്റ്റ് എല്ലാവരും യൂസ് ചെയ്തിട്ടുള്ള സാധനം തന്നെയായിരിക്കും ഇത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. എൻ്റെ ഡേ ടു ഡേ ലൈഫിൽ എനിക്ക് ആഫ്റ്റർ ബോഡി വാഷ് ഇതില്ലാണ്ട് നിൽക്കാൻ വേണ്ടി പറ്റുമെന്ന് എനിക്ക് തോന്നില്ല. സോ എൻ്റെ എത്രയോ ഇയേഴ്സായി ഞാൻ ഈ സാധനം തന്നെയാണ് യൂസ് ചെയ്യുന്നത്, റോൾ ആയിട്ട്. അതിൽ പല വേരിയൻറ്റും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അതിലെനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള 2 വേരിയൻ്റാണ് ഉള്ളത്. അതിലൊന്ന് ഈ പേൾ ആൻഡ് ബ്യൂട്ടി ആണ്. ഇത് ഓൾമോസ്റ്റ് കഴിയാറായി. ഇതൊക്കെ കഴിഞ്ഞ കുപ്പിയാണ്, ഇത് കാലി കുപ്പിയാണ്. അപ്പോൾ ഇത് പേൾ ആൻഡ് ബ്യൂട്ടി. ഇതിൻ്റെ സ്മെല്ല് വെച്ചാൽ ഒരു ഡിവൈൻ കണക്കത്തെ ഒരു മിൽക്ക് കൈൻഡ് ഓഫ് സ്മെല്ലാണ് ഇതിന്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു സ്മെല്ലാണ് ഈ ഫ്രഷ് ആയിട്ടുള്ളത്, ഫ്രഷ് നാച്ചുറൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സാധനം. ഇത് ക്ലിയർ വാട്ടർ പോലത്തെ ഒരു സംഭവമാണ്, പക്ഷെ ഇതൊരു മിൽക്ക് കൈൻഡ് ഓഫ് ലിക്വിഡാണ് ഇതിനകത്തുള്ളത്. ഇത് ശരിക്കൊരു വാട്ടർ ലൈക്ക് ക്ലിയർ ആയിട്ടുള്ളൊരു സൊല്യൂഷനാണ്. സോ ഇത് ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ഇയറിലെ എല്ലാ വെതറിലും ഇത് യൂസ് ചെയ്യും. പക്ഷെ ഞാൻ ഇത് പ്രിഫർ ചെയ്യുന്നത് സമ്മറിലാണ്. കാരണം സമ്മറിൽ നമ്മൾ നന്നായി സ്വെറ്റ് ചെയ്യും, അപ്പോൾ ഒരു ഫ്രഷ് സ്മെല്ല് കിട്ടാൻ വേണ്ടി ഇതായിരിക്കും ബെറ്റർ. ഇതിന് ഞാൻ 10 ചിലപ്പോൾ ഇതിന് ഞാനൊരു 100 ഒക്കെ കൊടുക്കും. എനിക്കിഷ്ടമാണ് നിവിയയുടെ റോളോൺസ്. നിവിയയുടെ എല്ലാ പ്രൊഡക്റ്റും ഇഷ്ടമാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ റോളോൺസ് ആണ്. സോ ഐ ലവ് ദം. പ്ലമ്മിൻ്റെ ഒരു റോൾ ഓൺ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, വാനില വൈബ്സ്. എനിക്ക് തോന്നിയത് ഫ്രീ കിട്ടിയതായിരിക്കും, അതാണ് ചാൻസ്. എന്തോ ബൈ 2 get 1 അങ്ങനെ എന്തിനോ ഫ്രീ കിട്ടിയതാണ്. ഇത്
ഒരു വാനില കൈൻഡ് ഓഫ് സ്മെല്ലാണ്. നിവ്യയുടെ സാധനങ്ങൾ നമുക്ക് ലാസ്റ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, ബട്ട് ഇതെനിക്കധികം ലാസ്റ്റ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടില്ല. എന്നാലും നല്ല സ്മെല്ലാണ്. ഒരു 10ൽ നമുക്കൊരു 7 കൊടുക്കാം. ചെയ്തുകൊണ്ടിരിക്കുന്ന മോയ്സ്ചറൈസേഴ്സ് ഇത് 3 ഇപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് ഇത് 3. ഇതിൽ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഇതാണ്. ഐ ലവ് ഇറ്റ് വെച്ചാൽ ഞാൻ ഇതിനു വേണ്ടി ചാവും, അത്രയ്ക്ക് എനിക്കിഷ്ടം ഈ സ്മെല്ല്. നിങ്ങൾക്ക് ഒരു കൊക്കോ ഷിയ ബട്ടർ അങ്ങനത്തെ കൈൻഡ് ഓഫ് സ്മെൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ഗോണ ലവ് ദിസ്, ഡെഫിനറ്റ്ലി. ഇത് അതാണെങ്കിൽ ഇതിൻ്റെ സ്മെല്ല്, ഇതിൻ്റെ ടെക്സ്ചർ, ഇതിൻ്റെ ഒക്കെ എനിക്കിഷ്ടം. ഇത് ഇതാ കാണിച്ചത് കണ്ടോ, നല്ല ചോക്ലേറ്റ് അല്ല, ഒരു ക്രീമി കൺസിസ്റ്റൻസിയാണ് ഇതിന്. അയ്യോ എൻ്റെ ഡ്രസ്സിലൊക്കെ ക്രീമി കൺസിസ്റ്റൻസി നോക്കൂ. ഇതിൻ്റെ ബെസ്റ്റ് പാർട്ട് എന്താ വെച്ചാൽ ഇതിൻ്റെ സ്മെല്ലാണ്. ഇതിൻ്റെ സ്മെല്ല് ഇങ്ങനെ മോസ്റ്റ്ലി ഞാനിത് നൈറ്റ്സിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പം എൻ്റെ നൈറ്റ് സ്കിൻ കെയർ റുട്ടീനിലാണ് ഞാൻ മോസ്റ്റ്ലി ഈ ഒരു വാസ്ലിൻ്റെ കൊക്കോ ഗ്ലോ പറഞ്ഞ ഈ ഒരു ബോഡി ലോഷൻ യൂസ് ചെയ്യുന്നത്. ഈ ബോഡി ലോഷൻ എൻ്റെ സ്മെല്ല് കാരണമായിരിക്കും എനിക്ക് എൻ്റെ ഉറക്കത്തിൻ്റെ സ്മെല്ലാണ് ഇത്. അങ്ങനെയാണ് എനിക്കിത് ഫീൽ ചെയ്യുന്നത്. എനിക്ക് സ്മെല്ലുണ്ടെങ്കിൽ ഉറങ്ങാൻ പറ്റുന്നില്ല പോലത്തെ ഒരു കൈൻഡ് ഓഫ് ആ ഒരു സംഭവമായി, അഡിക്ഷനായി, അങ്ങനെ വേണേൽ പറയാം. ഓക്കെ, ഇതാണ് ഇത് ഭയങ്കരമായിട്ട് നമ്മുടെ സ്കിന്നിന് മോയ്സ്ചറൈസ് ചെയ്യുന്നുണ്ട്, നല്ല രീതിക്ക് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്, മോയ്സ്ചറൈസേഷൻ ലോക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ബ്ലെൻഡ് ചെയ്യാനൊക്കെ ഈസിയാണ്. ഞാനിതിന് 100 കൊടുക്കും, 100 അല്ലെങ്കിൽ 1000 ഞാൻ കൊടുക്കും. അത്രയ്ക്ക് നല്ല ബെസ്റ്റ് പ്രോഡക്റ്റായത്. ഒബ്വിയസ്ലി ഞാനിത് കുറേ റീൽസൊക്കെ കണ്ട് റിവ്യൂസൊക്കെ നോക്കി ഞാൻ അതിൻ്റെ ഒരു ചെറുത് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നേ. ഇത് വാങ്ങുന്നതിന് മുന്നേ ഇതാ പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഇതിൽ നോക്ക്, ഇതിലൊന്നുമില്ല. ഞാൻ ഇതിനെ കൊല വിളിച്ച് നമ്മളിപ്പോൾ എന്തെങ്കിലും സാധനം കൂടുതൽ യൂസ് ചെയ്യുമ്പോൾ അത് നല്ലോണം ചീത്തയാവില്ലേ, ഇതിൻ്റെ ഇങ്ങനത്തെ കവറൊക്കെ ഞാനിതാ യൂസ് ചെയ്ത് കൊളായി ഞാൻ ലാസ്റ്റ് ഇത് പറിച്ച് കളഞ്ഞു. അപ്പം അങ്ങനെയാണ് എനിക്കൊന്നും ഇഷ്ടപ്പെട്ട, ഞാൻ അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഈ കൊക്കോ ബട്ടറിൻ്റെ സാധനം ബെസ്റ്റ് സെറം ലോഷനാണ് ഫോർ ഡ്രൈ സ്കിന്നിനാണ് പറയുന്നത്. ഡ്രൈ സ്കിന്നിന് ഇതൊരു എന്താ പറയുക, ഒരു ഹെവൻ ആയിരിക്കും. ടു ചെക്ക് ഇറ്റ് ഔട്ട്. ദെൻ സെക്കൻഡ് വന്ന് ഞാൻ ഈ ഒരു മോയ്സ്ചറൈസർ പറയും. സെക്കൻഡ് ഞാൻ യൂസ് ചെയ്ത് ഓൾമോസ്റ്റ് പകുതിയായ ഒരു മോയ്സ്ചറൈസറിനെ കുറിച്ച് പറയാം. ഇത് നൈക്കയുടെ വണ്ടർലസ്റ്റ് ജാപ്പനീസ് ചെറി ബ്ലോസം എന്ന് പറഞ്ഞിട്ടുള്ള വേരിയൻ്റ് ആണ്. ഇത് നല്ല സ്മെല്ല് വെച്ചാൽ ഒരു ചെറി ബ്ലോസം സ്മെല്ലാണ്. ചെറി ബ്ലോസത്തിന് സ്മെല്ല് ഇഷ്ടപ്പെടുന്ന, ചെറി ഫ്ലോറൽ കൈൻഡ് ഓഫ് സ്മെല്ലൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ദ ബെസ്റ്റ്. ഇത് കുറച്ച് പണിയാണ് നമ്മുടെ സ്കിന്നിലോട്ടേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട്. നല്ലോണം ഡ്രൈ സ്കിന്നില്ലവർക്ക് നല്ലതാണ്, കുറച്ചധികം മോയ്സ്ചറൈസേഷൻ കിട്ടും. പക്ഷേ ഞാനിത് മോസ്റ്റ്ലി ഡ്രൈ വിൻ്റേഴ്സിലൊക്കെ ഫൂട്ട് ലെഗ് ആ ഒരു പാർട്ടിലൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഫൂട്ടിലേക്കെല്ലാം യൂസ് ചെയ്യുന്നത്. അത്രയ്ക്കും നല്ല മോയ്സ്ചറൈസേഷൻ ഇതിനെ കൊണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അത് വെച്ചാൽ ഇത് നല്ലൊരു സ്മെല്ലുമാണ്. ഓക്കെ, ഇതിന് ഞാനൊരു 10ൽ ഞാനിതിന് ഒരു 7.5 8 ഒക്കെ കൊടുക്കും. ഓക്കെ, ഇതിന് കുറേ വേരിയൻ്റ്, വണ്ടർലസ്റ്റിൻ്റെ കുറേ വേരിയൻ്റ് ആണ്. ഇത് പഴയ വേരിയൻ്റാണ്, പഴയ സാധനം. വണ്ടർലസ്റ്റ് ഇല്ലേരം തൊട്ട് ഇതുണ്ട്. ഇപ്പം എന്തൊക്കെയോ പുതിയ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അതൊക്കെ ട്രൈ ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഇതൊക്കെ തീരാതിരിക്കുന്നത് ഞാനിത് ട്രൈ ചെയ്യും. ഓക്കെ, അടുത്തത് പ്ലമ്മിൻ്റെ ബോഡി വേരിയൻസ് ഒക്കെ എനിക്കിഷ്ടം. ഇഷ്ടമെന്ന് വെച്ചാൽ ഇഷ്ടം, എനിക്ക് ഇതിൻ്റെ സ്മെല്ലൊക്കെ ഇഷ്ടം. അങ്ങനെ എനിക്കിഷ്ടപ്പെട്ട ഒരു സ്മെല്ലാണ് ഈ കാരമലോ വാനില എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്മെല്ല്. ഇത് വന്ന് വാനില കാരമലോ പറഞ്ഞിട്ടുള്ള എപ്പോഴത് മാറിപ്പോ. ഓക്കെ, ഇത് കാരണം വെച്ചാൽ ഇതിൻ്റെ ഒരു ബോഡി മിസ്റ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്മെൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം ഞാൻ അതിൻ്റെ ഒരു ബോഡി ലോഷൻ പർച്ചേസ് ചെയ്തു. സോ ഇതും നേരത്തെ നമ്മൾ പറഞ്ഞ വാസലിൻ്റെ അതുപോലത്തെ ഒരു ടെക്സ്ചറാണ്. പക്ഷേ സ്മെൽസ് ഗുഡ്.
ഒരു വാനില കൈൻഡ് ഓഫ് കാരമൽ കൈൻഡ് ഓഫ് സ്മെല്ലൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെടും. സോ എനിക്ക് പേഴ്സണലി ഞാൻ ബേസിക്കലി ശരിക്കും പറഞ്ഞാൽ എനിക്ക് കൊക്കോ, ഷിയ ബട്ടർ, അതേപോലെ തന്നെ കാരമൽ, വാനില ഒക്കെ ഇത് സ്മെല്ല്, കോഫി, അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെടുന്ന ആ കൂട്ടത്തിലുള്ള ആൾക്കാരാണ് ഞാൻ. അപ്പം എനിക്ക് ഇങ്ങനത്തെ കൈൻഡ് ഓഫ് സ്മെല്ലുള്ള സാധനങ്ങൾ വാങ്ങാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഫ്ലോറൽ ഫ്രൂട്ടി കൈൻഡ് ഓഫിനെക്കാളും കുറച്ചും കൂടി ഞാൻ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് ഈ ഒരു നോട്ട്സൊക്കെ ഉള്ളത് വാങ്ങാനാണ്. സോ അതാണ് ഇങ്ങനെ ഈ ഒരു ടൈപ്പ് ഓഫ് സംഭവങ്ങൾ കൂടുതലുള്ളത്. സോ ഇത് കൊക്കോ ബട്ടർ തന്നെയാണ്, ഇതും കൊക്കോ ബട്ടർ തന്നെയാണ്. ഇതിന് ഞാൻ ഓൾമോസ്റ്റ് ഒരു 9 കൊടുക്കും. നല്ലതാ. ലാസ്റ്റ് ചെയ്യുന്നുണ്ടോ വെച്ചാൽ ഒരു 1 hour ഒക്കെ നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യും. 1 hour ഓക്കെ, 1 hour, ഓൺലി 1 hour ഓക്കെ. 1 hour കൂടുതൽ ഉണ്ടാവുമായിരിക്കും, പക്ഷെ എനിക്കിങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. സ്മെല്ല് വേഗം പോകുന്ന പോലെ തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ ബാക്കിയുള്ള ഇതിൻ്റെ ഒന്നിച്ചുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്ത് ഇപ്പോൾ ഇതിൻ്റെ തന്നെ കാരമലോ, വാനില കാരമലോ, ബോഡി വാഷ്, ബോഡി ലോഷൻ, ബോഡി മിസ്റ്റർ, ബോഡി പെർഫ്യൂം, അതൊക്കെ ഒരുമിച്ച് ക്ലബ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുന്നതാണെങ്കിൽ ഈ സ്മെല്ല് നന്നായി ലാസ്റ്റ് ചെയ്യുമെന്നാണ് ഞാൻ റിവ്യൂ കണ്ടിട്ടുള്ളത്. സോ ഞാനത് എല്ലാം കൂടി ഒരുമിച്ച് യൂസ് ചെയ്തിട്ടില്ല, പക്ഷെ അതിൻ്റെ വേറൊരു വാരൻറ്റി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കറിയാം അത് ലാസ്റ്റ് ചെയ്യും. പ്ലമ്മിൻ്റെത് അങ്ങനത്തെ എല്ലാം കൂടി ഉപയോഗിച്ചാൽ എന്തായാലും ലാസ്റ്റ് ചെയ്യും. സോ ഇതിന് ഞാനൊരു 9 ഒക്കെ കൊടുക്കും. ഓക്കെ. പിന്നെ ഞാൻ അതിന് മുന്നേ യൂസ് ചെയ്തിട്ടുള്ളതാണ് ഈ എംകഫിൻ്റെ വാനില സെറം ബോഡി ലോഷൻ. ഇതിൻ്റെ സ്മെല്ല് വാനില എന്നുള്ള ആ ഒരു കൺസിഡറേഷനിൽ ഞാൻ വാങ്ങിയതാണ്. അടിപൊളി സ്മെല്ലാണ്. വേറെ ഒന്നിനും ഇത് കൊള്ളില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. SPF ഉണ്ടെന്ന് പറഞ്ഞു എനിക്ക്, പക്ഷെ അങ്ങനെ തോന്നിക്കില്ല SPF ഉണ്ട് എന്നുള്ളത്. ഇത് കൊക്കോ വിത്ത് കൊക്കോ ബട്ടർ, വാനില. ഓക്കെ, അപ്പം എന്തായാലും ഞാൻ വാങ്ങുമല്ലോ. അപ്പം എനിക്കിത് അധികം സ്മെൽ വൈസ് ഇഷ്ടം, പക്ഷെ വേറൊന്നും എനിക്ക് ഇഷ്ടമല്ല. സോ ഞാൻ ഇതിനൊരു 8 കൊടുക്കും. ഞാൻ ഒന്നിനും കുറച്ച് കാണുന്നില്ല കേട്ടോ. 8 ആണ് എൻ്റെ മിനിമം എന്ന് പറഞ്ഞും കൊടുത്തത് കേട്ടോ. സോ അതൊക്കെയാണ് ഇത്. പിന്നെ എനിക്ക് നൈക്കി ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ എൻ്റെ ബർത്ത്ഡേക്ക്. അപ്പോൾ ഇക്കഴിഞ്ഞില്ല, എൻ്റെ മുന്നത്തെ ബർത്ത്ഡേക്ക്. അപ്പോൾ ഇത് നൈക്കിയുടെ മോയുടെ വേരിയൻ്റ് ആണ്. ഇത് പെർഫ്യൂംഡ് ബോഡി ലോഷനാണ്. ഇതിൻ്റെ സ്മെല്ല് ഒരു പെർഫ്യൂം കൈൻഡ് ഓഫ് സ്മെല്ലാണ്. മോയ്സ്ചറൈസ് ചെയ്യുന്നുണ്ടോ വെച്ചാൽ മോയ്സ്ചറൈസ് ചെയ്യുന്നുണ്ട്. ലോങ് ലാസ്റ്റിംഗ് ആണെന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ ലോങ് ലാസ്റ്റിംഗ് ആണ്. എന്നാലും നമുക്ക് കമ്പയർഡ് ടു അതർ ബോഡി ലോഷൻസ് ഇത് കുറച്ച് പെർഫ്യൂമിലോട്ട് പോയോ എന്ന് എനിക്കൊരു ഡൗട്ട്. ഓക്കെ, അപ്പോൾ ഇതിന് ഞാനൊരു 8 കൊടുക്കും. സ്മെൽ വൈസ് ആണ് ഹൈപ്പഡായിട്ട് നിൽക്കുന്ന ഒരു മോയ്സ്ചറൈസറാണ് വാസ്ലിൻ്റെ ഗ്ലൂട്ട ഹയ. ഇത് എൻ്റെ ഫസ്റ്റ് എവർ പർച്ചേസാണ്. ഇത് ഞാൻ ഓൾമോസ്റ്റ് ഇതിനെ കൊന്നു എന്ന് തന്നെ പറയാം. കണ്ടോ, ഇത് തീർന്നപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടാണ്ടായപ്പോൾ ഞാൻ അതിനെ വെട്ടിപ്പൊറിച്ച് 2 കഷ്ണാക്കി അതിൽ നിന്ന് എടുത്ത് അതിനെ കൊന്നു. സ്മെൽ വൈസ് ഇറ്റ്സ് ഗുഡ്. നമ്മൾ എപ്പോഴും യൂഷ്വലായി കണ്ടുകൊണ്ടിരിക്കുന്ന ബോഡി ലോഷൻ്റെ സ്മെല്ലിൽ നിന്നും വെറൈറ്റിയായി വ്യത്യസ്തമായി നിൽക്കുന്നുണ്ട്. സോ അതുകൊണ്ട് ഇത് ഒരു നല്ലൊരു സംഭവം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇത് ലൈറ്റ് വെയ്റ്റാണ്. നമ്മളിപ്പോൾ ഈ കണ്ട മോയ്സ്ചറൈസേഴ്സിനൊക്കെ ഒരു ക്രീമി കൺസിസ്റ്റൻസി ആണെങ്കിൽ ഇതിനൊരു വാട്ടറി കൺസിസ്റ്റൻസി ആണ്. അതുകൊണ്ടാണ് എനിക്കിത് ഇഷ്ടം ആയത്. ഇങ്ങനെ യൂസ് ചെയ്യാൻ കാരണം അതാ. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു ബോഡി ലോഷൻ അല്ലെങ്കിൽ നമുക്ക് ബാഗിൽ കൊണ്ടുപോയി കയ്യിലൊക്കെ നമ്മൾക്ക് ഡ്രൈ ആകുമ്പോൾ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു സാധനം ബെസ്റ്റാണ്. എന്താ വെച്ചാൽ വേഗം ബോഡിയിലോട്ട് അബ്സോർബ് ആവും. അതുകൊണ്ട് ഇതെനിക്കിഷ്ടമാണ്. പക്ഷേ ഇതുവരെ ഫേസിൽ യൂസ് ചെയ്തിട്ടില്ല. ഫേസിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക എങ്ങനെയുണ്ട് ഫേസിൽ യൂസ് ചെയ്തിട്ട് എന്നുള്ളത്. എനിക്കിത് ബ്രൈറ്റൻ ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടില്ല. നല്ലോണം മോയ്സ്ചറൈസ് ചെയ്യുന്നുണ്ട്, വേഗം അബ്സോർബ് ആവുന്നുണ്ട്, നല്ല സ്മെല്ലാണ്. സ്മെല്ല് കുറച്ച് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് ക്ലെയിം ചെയ്തിട്ടുള്ള ഗ്ലോ ഓർ എന്താ പറയുക ബ്രൈറ്റൻ അപ്പ് ചെയ്യുന്നുള്ള സംഭവം, റേഡിയൻ്റ് ആക്കും എന്നുള്ള ഒരു സംഭവം ഇത് ചെയ്തില്ല.
അതുകൊണ്ട് എനിക്ക് ഇതിനോടൊരു കുറച്ചൊരു ഇഷ്ടക്കുറവുണ്ട്. അതുകൊണ്ട് ഞാനിതിന് 8 കൊടുക്കും. അതർവൈസ് അത് ക്ലെയിം ചെയ്യാതെയാണ് ഇത് ഇറക്കിയതെങ്കിൽ മേ ബി ഞാൻ ഫുള്ള് കൊടുക്കുമായിരുന്നു. വൈറ്റമിൻ സി ഉണ്ടെന്നൊക്കെ പറഞ്ഞു, പക്ഷേ എനിക്കിത് അങ്ങനെ ആ ഒരു അതിലോട്ടൊക്കെ പോയിക്കില്ല. ചിലപ്പം മേ ബി 2ാമത്തെ ട്യൂബോ 3ാമത്തെ ട്യൂബോ യൂസ് ചെയ്ത് സെറ്റ് ആവുമായിരിക്കും. ഓക്കെ, സോ അങ്ങനെയാണ് ഞാനിത് റീപർച്ചേസ് ചെയ്ത് ഒന്നും കൂടി യൂസ് ചെയ്ത് നോക്കേണ്ടി വരും. ദാറ്റ്സ് ഓൾ. ഓക്കെ, ഇനി നമ്മൾ ബോഡി ലോഷൻ കഴിഞ്ഞാൽ ഇനി നമ്മൾക്ക് പെർഫ്യൂംസ് ആൻഡ് ബോഡി മിസ്റ്റ്. അതിന് മുന്നേ വേറൊരു സാധനം നമുക്ക് നോക്കാം. ബോഡി ഓയിൽ. ബോഡി ഓയിൽ അധികം ആരും യൂസ് ചെയ്യലില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. എന്താ വെച്ചാൽ ഞാൻ അധികം വീഡിയോസോ ഒന്നും റീൽസോ റിവ്യൂസോ ഒന്നും ഇതിനെപ്പറ്റി കണ്ടിട്ടില്ല. ഇത് അടിപൊളിയാണ്. വിൻ്ററിൽ ഡ്രൈ സ്കിന്നുകാർക്ക് ഇതൊരു ലൈഫ് ലൈൻ ആയിരിക്കും. എന്താ വെച്ചാൽ നമ്മൾ വെളിച്ചെണ്ണയ്ക്കില്ലേ, വെളിച്ചെണ്ണയുടെ കൺസിസ്റ്റൻസിയാണ്. വെളിച്ചെണ്ണ എങ്ങനെ വർക്ക് ചെയ്യുന്നോ അതേപോലെ ഇത് വർക്ക് ചെയ്യും. നമ്മൾ ഓയിൽ കണ്ടോ, ഓയിലാണിത്, ശരിക്കും ഓയിൽ പോലെ ഇരിക്കും. സ്മെല്ലുള്ള ഒരു ഓയിൽ, നമ്മൾ ഹെയർ ഓയിലൊക്കെ ഉണ്ടാവില്ലേ അതുപോലത്തെ ഒരു കൺസിസ്റ്റൻസി. പക്ഷെ അൾട്ടിമേറ്റ് ആയിട്ട് ഇത് ബെസ്റ്റായി ഇതിൻ്റെ പണിയെടുക്കുന്നുണ്ട്. നന്നായി ഇത് മോയ്സ്ചറൈസ് ചെയ്യും. നന്നായി, 1 സെക്കൻഡ്. ഓക്കെ, നന്നായി ഇത് നമ്മളുടെ ഡ്രൈ സ്കിന്നിനെ പെട്ടെന്ന് ഇത് മോയ്സ്ചറൈസ്ഡ് ആക്കി മാറ്റും. അപ്പം ഞാനിത് പൊതുവെ ബോഡിയിൽ യൂസ് ചെയ്യാറുണ്ട്. ഓൾമോസ്റ്റ് വിൻ്റേഴ്സിലാണ് ഞാൻ യൂസ് ചെയ്യുക. സ്കിന്ന് ഡ്രൈ ആകുമ്പോൾ പിന്നെ ലെഗിലൊക്കെ കാലിലൊക്കെ ഞാൻ ഇത് യൂസ് ചെയ്യാറുണ്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നി. ഇതിനൊരു സ്മെല്ലുണ്ട്, പക്ഷെ സ്മെല്ല് ലാസ്റ്റ് ചെയ്യുക വെച്ചാൽ സ്മെല്ല് ലാസ്റ്റ് ചെയ്യില്ല. വാനിലയിൽ ഒരു ഓയിൽ വീണാൽ എങ്ങനെ സ്മെല്ല് ചെയ്യും അതുപോലത്തെ ഒരു സ്മെല്ലായിട്ടാണ് തോന്നിയത്. പക്ഷേ നല്ല പ്രൊഡക്റ്റ്, എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. അപ്പോൾ നല്ലോണം എക്സ്ട്രീം ഡ്രൈ സ്കിന്നൊക്കെ ഉള്ള ആൾക്കാർക്ക് ചൂസ് ചെയ്യാം. പക്ഷെ നമ്മൾ പോകുന്നതിന് മുന്നേ ഇത് തേച്ചിട്ട് പോയാൽ ഭയങ്കര ഓയിലി ആയ പോലെ ഫീൽ ചെയ്യും. ഫേസിലൊന്നും യൂസ് ചെയ്യാൻ പാടില്ല പൊതുവെ. പിന്നെ കയ്യിലും ഒക്കെ ബോഡിയിലൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത് ഭയങ്കര ഓയിലായ പോലെ തോന്നും. ഓയിൽ അധികമാകുമ്പോൾ നമുക്കിത് ഒരു ചൂടെടുക്കുന്ന പോലെ ഒരു ഇന്നർ ഫീലിങ്സ് വരില്ലേ, അപ്പോൾ ആ ഒരു ഫീലിങ്സ് എനിക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷെ ഞാൻ വീട്ടിൽ തന്നെ നിൽക്കുന്ന സമയത്ത് കുളിച്ച് അപ്പോൾ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. സോ ഐ ലവ് ഇറ്റ്. എനിക്കിതിന് 10 out of 10 കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സ്മെല്ല് ലാസ്റ്റ് ചെയ്യില്ല, എന്നാലും നമ്മൾ ഇതിൻ്റെ പെർഫോമൻസ് വൈസ്, ഇത് ഓയിലാണല്ലോ, പെർഫോമൻസ് വൈസ് ഇതിന് നമുക്ക് 10 out of 10 കൊടുക്കാം. ഇനി വന്ന് ലാസ്റ്റ് ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു. നമ്മുടെ ബോഡി മിസ്റ്റ് നോക്കാം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കാരമല വാനില ബോഡി മിസ്റ്റ് ആണ്. കഴിഞ്ഞു. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ബോട്ടിൽ കൊണ്ടുവന്നതാണ്. സോ ഇതിൻ്റെ സെയിം സ്മെല്ലാണ്. ലാസ്റ്റ് ചെയ്യുക വെച്ചാൽ ഇതിൽ ആൽക്കഹോൾ കൂടുതലായതുകൊണ്ട് ഇത് ലാസ്റ്റ് ചെയ്യില്ല. പക്ഷേ നമുക്ക് ആ ഒരു ചെറിയൊരു സ്മെല്ല് ഉണ്ടാവും. കൂടെ യൂസ് ചെയ്യേണ്ടി വരും. ഞാൻ ഇതിനൊരു 9 കൊടുക്കും. എന്താ വെച്ചാൽ എനിക്കിഷ്ടം, സ്മെല്ല് ഇഷ്ടം. ബോഡി മിസ്റ്റ് എന്ത് ചെയ്യണോ അത് ഇത് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ചെയ്യില്ലല്ലോ, എന്തായാലും ബോഡി മിസ്റ്റ് ലാസ്റ്റ് ചെയ്യില്ല. അപ്പോൾ ഇതിന് ഞാൻ 9 കൊടുക്കും. പിന്നെ എൻ്റെ ഒബ്സഷൻ ഒരു 5ാമത്തെയോ 6ാമത്തെയോ ബോട്ടിലാണ് എൻ്റെ പ്ലമ്മിൻ്റെ ഈ ഒരു ബോഡി മിസ്റ്റ് വാനില വൈബ്സ്. ഐ ലവ് ഇറ്റ്. എനിക്കിതിന് എത്രമാത്രം എനിക്കിതിന് ഇഷ്ടമുണ്ടെന്നുള്ളത് എൻ്റെ വീട്ടുകാരോട് ചോദിച്ചാൽ അറിയാം. അയ്യോ കപ്പലൊരു പോയി. എൻ്റെ വീട്ടുകാരോട് ചോദിച്ചാൽ അറിയും. കാരണം ആരെങ്കിലും വന്നിട്ട് ഇപ്പം നമ്മളുടെ എൻ്റെ ഈ പെർഫ്യൂം ഈ ഒരു ബോഡി മിസ്റ്റ് അടിക്കുന്നതാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടില്ല. ഐ ആം പൊസസീവ്. ഇതിൻ്റെ കാര്യത്തിൽ ഞാൻ പൊസസീവ് ആവാറുണ്ട്. ആരടിച്ചാലും എടുത്ത് യൂസ് ചെയ്താലും എനിക്ക് ഇഷ്ടപ്പെടാറില്ല. ആർക്കും ഞാനിത് കൊടുക്കാറില്ല. ആരെങ്കിലും ചോദിച്ചാൽ തന്നെ എൻ്റെ മുഖം മാറും. ഓക്കെ, അങ്ങനത്തെ ഒരു സാധനമാണ് ഇത്. എനിക്ക് അത്ര ഇഷ്ടമാണ്. ഞാനിത് എപ്പോഴും പർച്ചേസ് ചെയ്ത് തീരുന്നതിന് മുന്നേ ഞാൻ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണ്. 1000 out of 10. ഓക്കെ, അതാണ് ബോഡി മിസ്റ്റിൻ്റെ കാര്യം. ഇനി നമുക്ക് കുറച്ച് പെർഫ്യൂംസ് ഉണ്ട്. കുറച്ച് വെച്ചാൽ അഗെയിൻ ഞാനൊരു പ്ലമ്മിൻ്റെ അംബാസിഡറൊന്നും അല്ല, പ്രൊമോഷനും അല്ല. എന്നാലും പ്ലമ്മിൻ്റെ ഈ ഒരു ബോഡി സംഭവങ്ങളൊക്കെ ക്യൂട്ടാണ്, നല്ലതാണ്. അപ്പോൾ
ഈ ഒരു പെർഫ്യൂം ഇത് തീരാറായി കണ്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ബോട്ടിലാണ്, നല്ലൊരു ഗേളി പിൻട്രസ്റ്റി അങ്ങനത്തെ ഒരു സംഭവം അതൊക്കെ ഉണ്ടാവും. ഇത് ലൂസായിട്ടാണ് ഉള്ളത്, എന്നാലും ഇത് ഇതിനേക്കാളും ലാസ്റ്റ് ചെയ്യും ബിക്കോസ് ഇത് പെർഫ്യൂമാണ്, ഇത് ബോഡി മിസ്റ്റാണ്. ഓക്കെ, ഇത് എല്ലാവർക്കും നല്ലതിൽ ഇൻവെസ്റ്റ് ചെയ്യണം നാണയിൽ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇതിന് 899 ആണ് വരുന്നത്, ഇതിന് 350 അതിൻ്റെ ഉള്ളിൽ കിട്ടും. അപ്പോൾ ഇത് അധികം ലാസ്റ്റ് ചെയ്യില്ല. ഇത് വാങ്ങി ലാസ്റ്റ് ചെയ്യണം എന്നാണ് നിങ്ങളുടെ ക്രൈറ്റീരിയ എങ്കിൽ ഗോ ഫോർ ഇറ്റ്. നന്നായി ലാസ്റ്റ് ചെയ്യും, നല്ല പെർഫ്യൂമാണ്, നല്ല സ്മെല്ലാണ്, മൈൽഡായിട്ടുള്ള ഒരു വാനില സ്മെല്ലാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതൊരു തലവേദന ഒന്നും ഉണ്ടാക്കാത്ത ഒരു പാവം വാനില വൈബ്സാണ് പ്ലമ്മിൻ്റെ. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഓക്കെ, ഇത് ഞാൻ ആർക്കും കൊടുക്കാറില്ല. ദെൻ വന്ന് ഈ ഒരു ബ്ലറിൻ്റെ കുക്കി ക്രംബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സാധനം നല്ല ക്യൂട്ടായിട്ടില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ ഒരു പാക്കേജിങ്, ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്സ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കാണാൻ ഞാൻ മേള് അയിൽ കൊടുക്കാം. ദെൻ ഇത് ഒരു വാനില ഒരു കുക്കി കൈൻഡ് ഓഫ് സ്മെല്ലാണ്. ഷിയ ബട്ടർ വാനില ആദ്യം ഒരു ഫ്ലോറൽ കൈൻഡ് ഓഫ് സ്മെല്ല് വരും. അപ്പോൾ ഇത് ഭയങ്കര ലാസ്റ്റ് ചെയ്യും, ഇത് നന്നായി ലാസ്റ്റ് ചെയ്യും, ഒരു ഡേ ഒക്കെ സുഖമായി ലാസ്റ്റ് ചെയ്യും, അപ്ലൈ ചെയ്യേണ്ടേ വരില്ല. ജസ്റ്റ് ഒരു സ്പ്ലാഷിൽ ഇത് ലാസ്റ്റ് ചെയ്യും. 100 out of 10 കൊടുക്കും. ഇതിന് മാർക്ക് കൊടുത്തിട്ടാ അല്ലേ, ഇതിന് ഞാൻ 100 out of 10 കൊടുക്കും. ദെൻ വന്ന് ഞാൻ എൻ്റെ പോക്കറ്റ് പെർഫ്യൂം എന്ന് പറയാം. ഇത് നൈക്കയുടെ ഒരു ലവ് സ്ട്രക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോക്കറ്റ് മിനി പെർഫ്യൂമാണ്. ഇത് തുറക്കാൻ കഴിയുന്നില്ല. ഇതൊരു ഫ്ലോറൽ കൈൻഡ് ഓഫ് സ്മെല്ലാണ്. എനിക്കൊരു ജാസ്മിൻ സ്മെല്ലാണ് ഫസ്റ്റ് വരുന്നത്. പക്ഷേ എനിക്കിത് ടോളറേറ്റ് ചെയ്യാൻ പറ്റാറില്ല. ഞാൻ ജസ്റ്റ് വാങ്ങി നോക്കിയതാണ് എങ്ങനെയായിരിക്കും സ്മെല്ലെന്ന് വിചാരിച്ച്. അപ്പം ഞാനിത് എൻ്റെ അനിയത്തിക്ക് കൊടുത്തായിരുന്നു, അപ്പോൾ ഓളാണ് ഇത്ര പോലെ ആക്കിയത്. അപ്പോൾ ഇതെനിക്ക് അത്ര ഇഷ്ടമല്ല. സോ ജാസ്മിൻ ഫ്ലോറൽ കൈൻഡ് ഓഫ് സ്മെല്ലൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലതായിരിക്കും. നന്നായി ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, 8.5 out of 10. ഓക്കെ, എല്ലാവരും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ജെനുവിൻ ആയിട്ടുള്ള ഒരു റിവ്യൂ ആണ് ഞാൻ പറഞ്ഞത്, എൻ്റെ പേഴ്സണൽ ഒരു റിവ്യൂ. ഇതിൽ എന്തൊക്കെ ക്ലെയിം ചെയ്തിട്ടുണ്ടോ അതൊക്കെ എങ്ങനെയാണ് ഇത് നമുക്ക് റിസൾട്ട് തരുന്നത്, ക്ലെയിം ചെയ്തതൊക്കെ പോസിറ്റീവായി വരുന്നുണ്ടോ എന്നുള്ള ആ ഒരു കൈൻഡ് ഓഫ് റിവ്യൂ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ഷെയർ, സബ്സ്ക്രൈബ്, ലൈക്ക്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇതുപോലെ സ്കിൻ കെയർ ഒരു വീഡിയോ ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ അത് എന്തായാലും നെക്സ്റ്റ് വീഡിയോ ആയി ചെയ്യാം. ബൈ.